അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആശുപത്രി മുറികളിലെ തണുത്ത മണത്തിനിടയിലും ഷിഫയുടെ ഉള്ളിൽ വലിയൊരു തീ പുകയുന്നുണ്ടായിരുന്നു. തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട അറിവിൻ്റെ വഴികളിൽ കൈപിടിച്ച് നടത്തിയ അൻഷിഫ് ഡോക്ടർ ഇന്നിത് ആരുടെയും കണ്ണിൽപ്പെടാതെ ഏതോ ഒരു അടച്ചിട്ട മുറിയിൽ ICUവിൽ മരണത്തോടും മറ്റേതോ ഗൂഢതന്ത്രങ്ങളോടും മല്ലിടുകയാണ്. മറ്റു സീനിയർ ഡോക്ടർമാരുടെ അടുത്തു പോയാൽ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് മുഖം തിരിച്ചു കളയും. അതെ, പലപ്പോഴും. പക്ഷേ അൻഷിഫ് സർ അങ്ങനെയല്ലായിരുന്നു. എത്ര തിരക്കുണ്ടായാലും എത്ര വലിയ ജോലിഭാരമുണ്ടെങ്കിലും ജൂനിയറായ തൻ്റെ ഏത് ചെറിയ സംശയവും പുഞ്ചിരിയോടെ തീർത്തു തരുമായിരുന്നു. ആ ശാന്തമായ സ്വരവും സ്നേഹത്തോടെയുള്ള വഴികാട്ടലും മാത്രമായിരുന്നു തനിക്ക് ഈ ആശുപത്രിയിലെ ഏറ്റവും വലിയ ധൈര്യം. എന്താണെന്നറിയില്ല, ആക്സിഡൻറ്റിന് മുമ്പായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ തന്നെ പിന്നീട് എൻ്റെ സാറിൻ്റെ സ്വഭാവത്തിലൊക്കെ അല്പം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, മുഖത്ത് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു നിരാശ, വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു പ്രശ്നം. ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും, സാറിന് എന്തു പറ്റി? പഴയ പുഞ്ചിരിയില്ലല്ലോ. അത് ചുരുക്കി പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ പുഞ്ചിരിയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കാരണം അപ്പോഴേക്കും സിനാൻ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരുന്നു. എന്നിട്ട് ഷാമിലിനെ കുറിച്ച് ഓരോ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശരിക്കും നല്ല മാറ്റമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായും കൃത്യമായും മറുപടി പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ആ മുഖത്ത് ആ പുഞ്ചിരി, ഐശ്വര്യം എല്ലാം മാഞ്ഞു പോയിരുന്നു. ആ ആക്സിഡൻറ്റിന് ശേഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ സാറിനെ കണ്ടപ്പോൾ ശരിക്കും വല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ദിവസങ്ങളായി ICUവിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. രോഗവിവരങ്ങളെക്കുറിച്ച് പോലും മറ്റ് ഡോക്ടർമാർക്ക് പോലും ആ മുറിയിലേക്ക് പ്രവേശനമില്ല. രോഗവിവരങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ല. മറ്റ് ഡോക്ടർമാർക്ക് പോലും ആ മുറിയിലേക്ക് പ്രവേശനമില്ല എന്നത് ഷിഫയുടെ സംശയം ഇരട്ടിയാക്കി. എന്നാൽ ഇതിൽ എന്തോ വലിയൊരു കള്ളക്കളി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സാറിനെ അവർ എന്തോ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. ആ ചിന്ത ഷിഫയുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു. തൻ്റെ ഗുരുനാഥനെ ജീവനതുല്യം സ്നേഹിക്കുന്ന സാറിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. എന്തൊക്കെ വന്നാലും സത്യം പുറത്തു കൊണ്ടുവരണം. അദ്ദേഹത്തെ രക്ഷിക്കണം. പക്ഷേ ആ ICUവിന് മുന്നിൽ വലിയൊരു കടമ്പയുണ്ട്. നൈറ ഡോക്ടർ സിനാൻ പണം കൊടുത്ത് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ കാവൽ നിർത്തിയിരിക്കുന്ന പെണ്ണാണ് നൈറ. സിനാൻ അവിടെ ഇല്ലാത്ത ഒരു സമയം നോക്കണം. നൈറയെ വീഴ്ത്താൻ പണം തന്നെ വേണം, അതും അത്യാവശ്യം നല്ലൊരു തുക. കൈകൾ വിറക്കുന്നുണ്ടെങ്കിലും ഷിഫ തൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണമടങ്ങിയ കവർ മുറുകെ പിടിച്ചു. ഇതല്ലാതെ വേറെ വഴിയില്ല. അകത്ത് കിടക്കുന്ന തൻ്റെ സാറിൻ്റെ മുഖം ഓർമ്മ വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പഠിച്ചോനെ, എനിക്കെൻ്റെ സാറിനെ രക്ഷിച്ചേ പറ്റൂ. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഷിഫ അതാ അന്ന് വീട്ടിലേക്ക് പോയി. ആ രാത്രിയിൽ അവൾക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. അവൾ ബെഡ്റൂമിനടുത്തുള്ള ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി. റബ്ബേ, പാവം എൻ്റെ സാറ്. അദ്ദേഹമാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ വില്ലയെല്ലാം സെറ്റാക്കി തന്നതും, അതായത് താമസിക്കാൻ ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു നല്ല ഉപകാരമൊക്കെ ചെയ്തിരുന്നു. എന്ത് സംഭവിച്ചു അറിയുന്നില്ല. അവളുടെ മനസ്സാകെ പതറിപ്പോവുകയായിരുന്നു. എങ്കിലും അവളുടെ മനസ്സിൽ ഒരേ ഒരു ഉദ്ദേശം മാത്രം, അത് എനിക്കെൻ്റെ സാറെ രക്ഷിക്കണം, അതുറപ്പാണ്. അവൾ കരുതി സിനാൻ സാറ് പുറത്തു പോകുന്ന സമയം ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ബാക്കി. എന്നാൽ പിറ്റേ ദിവസം അവൾ ഡ്യൂട്ടിക്ക് വന്നു. പതിവ് പോലെ സൈൻ ചെയ്യലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സിനാനും അവിടെ എത്തിയിരുന്നു. നൈറ, എന്തൊക്കെയുണ്ട് മോളെ ശേഷം? അതെ, യുവ ഡോക്ടറായ ഷിഫ വളരെയധികം സുന്ദരിയായ പെണ്ണായിരുന്നു. അവൾ ആ ഡോക്ടേഴ്സ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ് കാണാൻ. എന്നാൽ അവൾ സൈൻ ചെയ്യുന്നതിനിടയിൽ സിനാനും അങ്ങോട്ടെത്തി. എൻ്റെ നൈറ, എന്താ ഇത്? അടിപൊളിയായല്ലോ, ഇത്രമാത്രമൊക്കെ സൗന്ദര്യം, ഇത് എങ്ങനെ വെച്ചോ? ഇവിടെ വരുമ്പോൾ ഒരു ചെറുതായിരുന്നു, ഇപ്പോൾ ലുക്കായിട്ടുണ്ട് കേട്ടോ, കാണണം. എന്നാൽ തൻ്റെ ശരീരത്തെക്കുറിച്ചും അല്ലെങ്കിൽ തന്നെക്കുറിച്ചും പറഞ്ഞത് ഒരിക്കൽ പോലും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അല്ലെങ്കിലും സിനാൻ ഡോക്ടറെ കുറിച്ച് ചിലർക്കൊക്കെ ഒരു പരാതിയുണ്ട്.
കാരണം അയാൾക്ക് സിസ്റ്റർമാരോടോ അല്ലെങ്കിൽ ഡോക്ടർ ജൂനിയർമാരോടോ അതോ ചേച്ചിമാരോടോ അങ്ങനെയൊന്നുമില്ല, പല രീതിയിലുമാണ് എന്നുള്ളത് അവൾ മനസ്സിൽ വിചാരിച്ചു. അവൾ അന്ന് കുറച്ചധികം പണം എടുത്തിരുന്നു. അത് ഇനിയിപ്പോൾ നൈറയ്ക്ക് ചിലപ്പോൾ ഗൂഗിൾ പേ ചെയ്താലൊന്നും പറ്റത്തില്ലുണ്ടാവില്ല. കയ്യിൽ ക്യാഷ് കൊടുക്കുമ്പോഴാണ് പലർക്കും ഒരു തൃപ്തിയാവുള്ളൂ. അതിൽ പെട്ടതായിരിക്കും നൈറ. എന്തായാലും വേണ്ടില്ല. എന്നാൽ വീണ്ടും അതാ അവൾ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ സിനാനത അവളുടെ മുമ്പിലേക്കൂടെ വീണ്ടും, ഷിഫ, ആ ഇന്ന് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, എന്തത്ര ആക്കുമ്പോൾ നടക്കുന്നത്, വേഗം വരൂ എൻ്റെ കൂടെ. അതെ സാറേ, എൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ എത്തിക്കൊണ്ട് സാറിനെ സഹായിക്കാനൊന്നും വരണ്ട. അവൾ ഒറ്റ വാക്കിൽ തന്നെ മറുപടി കൊടുത്തു. എൻ്റെ ഷിഫ, ഇത്രമാത്രമൊക്കെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ? സത്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമ്പോഴാണ് ഷിഫയുടെ മുഖത്തിന് കൂടുതൽ ഭംഗിട്ടോ. എന്നാൽ അത് അവൾക്ക് തീരെ പറ്റിയില്ല. അവൾ മുഖം തിരിച്ച് പെട്ടെന്ന് പോയി. ഹോ, അതെ സിനാൻ, നിന്റെ കള്ളക്കളിയൊക്കെ ഞാൻ പൊളിക്കും, നോക്കിക്കോ. അവൾ അവളുടെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞു. എന്താ, എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചോ? അവൻ ഒന്നുകൂടെ പിറകിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ഇല്ല, സുന്ദരനാണെന്ന് പറഞ്ഞതാണേ. അതെല്ലാവരും പറയും. അതെ, എൻ്റെ കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ സെറ്റാകുന്നുണ്ട് കേട്ടോ, ഒക്കെ ഞാൻ കാണിച്ചു തരാം മോളെ, ഇവിടെ കളിയാൻ കളിക്കും. എന്നാൽ അവൾ ഒരു നിമിഷം അതാ മിണ്ടാതെ നിന്നു. അങ്ങനെ അവൾ ബാഗുമായി നേരെ ഐസിയുവിൻ്റെ മുമ്പിലേക്ക് പോകുന്നു. പഠിച്ചോനെ, എനിക്കെൻ്റെ സാറിനെ രക്ഷിച്ചേ പറ്റൂ. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഷിഫ മെല്ലെ ഐസിയുവിൻ്റെ മുന്നിലെ ഇടനാഴികളിലേക്ക് നടന്നു. സിനാൻ ഡോക്ടർ റൗണ്ട്സിന് പോയ ആ തക്കം നോക്കി ഷിഫ നൈറയുടെ മുന്നിലെത്തി. പെട്ടെന്ന് ഒരു ഡോക്ടറെ മുന്നിൽ കണ്ടപ്പോൾ നൈറ ഗൗരവത്തിൽ തടഞ്ഞു. അതെ, ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല ഡോക്ടർ, അറിയാമല്ലോ. വീണ്ടും എന്തിനാ ഇതിങ്ങനെ? ഷിഫ വിറക്കുന്ന ശബ്ദത്തോടെ, എന്നാൽ ആ ഉള്ളിലെ വികാരങ്ങളും കണ്ണീരും അടക്കി വെച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. കയ്യിലെ കവർ പതുക്കെ നൈറയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഷിഫയുടെ കണ്ണുകൾ യാചനയോടെ നിറഞ്ഞിരുന്നു. നൈറ, ദയവ് ചെയ്ത് എന്നെ തടയരുത്. ഇത് വെറുമൊരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമല്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറും ശിഷ്യവും തമ്മിലുള്ള ബന്ധമല്ല. എന്നെ ഇന്ന് ഈ കാണുന്ന രീതിയിലൊരു ഡോക്ടറാക്കി മാറ്റിയത് ആ അകത്ത് കിടക്കുന്ന അൻഷിഫ് സാറാണ്. എനിക്ക് സംശയങ്ങൾ വരുമ്പോൾ, ഞാൻ തളർന്നു പോകുമ്പോൾ സ്വന്തം അനിയത്തിയെപ്പോലെ ഉപദേശിച്ച് കൂടെ നടത്തിയ എൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം. സാറിന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. അതെ, സിനാൻ ഡോക്ടർ വരുമ്പോഴേക്കും ഞാൻ ഇറങ്ങിക്കോളാം. പ്ലീസ് നൈറ, എന്നെ ഒന്ന് അകത്തേക്ക് വിട്. അവൾ അല്പം ഭയത്തോടെയും അല്പം നിരാശയോടെയാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ഉറപ്പില്ല. ആശുപത്രിയിലെ നീണ്ട ഇടനാഴികയിൽ തണുത്ത ഏകാന്തത തളം കെട്ടി നിൽക്കുകയായിരുന്നു. റിസപ്ഷനിലെ ഘടികാരം ടിക് ടിക് ശബ്ദത്തോടെ സെക്കൻഡുകൾ എണ്ണി തീർക്കുമ്പോഴും ഷിഫയുടെ നെഞ്ചിടിപ്പിന് അതിനേക്കാൾ വേഗതയുണ്ടായിരുന്നു. ഐസിയുവിൻ്റെ സ്റ്റീൽ വാതിലിന് മുന്നിൽ കടുനിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞ് ആരെയും അകത്തേക്ക് വിടാതിരിക്കാൻ കാവൽ നിൽക്കുകയാണ് നൈറ. അവരുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. ഡോക്ടർ സിനാൻ ഏൽപ്പിച്ച കണിശമായ ഉത്തരവാദിത്വവും അതിനുവേണ്ടി പ്രതിഫലമായി കൈപ്പറ്റുന്ന കനത്ത തുകയും മാത്രമാണ് അവരുടെ ആ നിൽപ്പിന് ആധാരം. സിനാൻ ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് തൻ്റെ കേബിലിന് അരികിലേക്ക് മടങ്ങിയ ആ ഒരു ചുരുങ്ങിയ സമയമാണ് ഷിഫയുടെ മുന്നിലുള്ള ഏക വഴി. ഷിഫ പതുക്കെ അടിവച്ചടിവിച്ച് നൈറയുടെ അടുത്തേക്ക് ചെന്നു. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പൊതി ഷിഫ വിറക്കുന്ന വിരലുകളോടെ നൈറയുടെ കൈപ്പത്തിലേക്ക് വീണ്ടും വെച്ചു കൊടുത്തു. നൈറ ആ പൊതിയിലേക്ക് സംശയത്തോടെ നോക്കി. അതിൽ തൊട്ടു നോക്കിയപ്പോൾ തന്നെ പണത്തിൻ്റെ കട്ടി അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഓക്കെയായി. അപ്പം നേരത്തെ തന്നത്? നേരത്തെ ഓക്കെ അല്ലായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ അവിശ്വാസത്തിൻ്റെ ചിരി തെളിഞ്ഞു. നിൻ്റെ പൊതിയിലിപ്പോൾ എന്താ അത്? ഉറപ്പുണ്ടോ? എന്തിനാ ഡോക്ടർ ഇതെനിക്ക് തരുന്നത്? നൈറ പണം തിരികെ നൽകാനെന്ന വണ്ണം കൈ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഷിഫയുടെ കണ്ണുകൾ അപ്പോൾ തന്നെ തുളുമ്പിപ്പോയിരുന്നു. വിറക്കുന്ന ശബ്ദത്തിൽ അവൾ നൈറയുടെ കൈകൾ ചേർത്തി പിടിച്ചു. അല്ല, എൻ്റെ കൈകളിൽ നീ ഏൽപ്പിച്ചത് എത്ര സംഖ്യയാണ്? എത്രയുണ്ടാകും, എത്ര വേണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, നിനക്ക് സിനാൻ സാർ തരുന്ന ഒരു സംഖ്യയുണ്ടല്ലോ, അതിനേക്കാൾ വളരെ കൂടുതലാണ്. അതിൽ എൻ്റെ സമ്പാദ്യത്തിൽ നിന്നുമുള്ളതാണ് ഇത്. പണത്തേക്കാൾ ഏറ്റവും ഇഷ്ടം പ്രിയപ്പെട്ട് അകത്ത് കിടക്കുന്നവൻ്റെ എൻ്റെ സാറാണത്. അതുകൊണ്ട് ദയവായി നീ എനിക്ക് ഒന്ന് സഹകരിച്ച് തരണം പ്ലീസ്. ഷിഫയുടെ ശബ്ദമിടറി. കണ്ണീർ തുള്ളികൾ കവിളിലൂടെ താഴെ കൊലിച്ചിറങ്ങി. ഡോക്ടർ ഷിഫ,
നിങ്ങൾക്കിത് എന്തിനാണ്? എന്തത് ഭ്രാന്തായോ? സിനാൻ സാർ അറിഞ്ഞാൽ എൻ്റെ ജോലി പോകും. സാറിൻ്റെ കർശനമായ ഓർഡറുണ്ട്. ആരെയും ഈ ICUവിൻ്റെ അടുത്തുകൂടി വട്ടമിടാൻ അനുവദിക്കരുതെന്ന്. നയറ ചുറ്റും നോക്കിക്കൊണ്ട് സ്വരം താഴ്ത്തി പറഞ്ഞു. ഭ്രാന്തൊന്നുമില്ല, പക്ഷെ എൻ്റെ ഗുരുനാഥൻ ആ ഒരു അവസ്ഥയിലെ. അതെ, പിന്നെ എന്നെ പിടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും നയറ അതാ പറയുന്നു. നയറ, നിനക്കറിയില്ല എൻ്റെ സാറിന്. അദ്ദേഹം ഇതെൻ്റെ ഗുരുനാഥനോടുള്ളൊരു കടപ്പാടാണ്. ഞാൻ പോയേ മതിയാവോ? ഷിഫ കേണപേക്ഷിച്ചു. ഈ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായി കയറി വന്ന ദിവസം എനിക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാവരും എൻ്റെ പിഴവുകൾ കണ്ട് കളിയാക്കിയപ്പോഴും ദേഷ്യപ്പെട്ടപ്പോഴും എന്നെ ഓർത്തു വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരേ ഒരു മനുഷ്യൻ അത് അൻഷിഫ് സാറാണ്. അൻഷിഫ് ഡോക്ടർ എനിക്ക് വെറുമൊരു സീനിയർ ഡോക്ടർ ആയിരുന്നില്ല. പഠിപ്പിച്ചു തന്ന ഗുരുവും തളരുമ്പോൾ താങ്ങും തണലുമായിരുന്നു. ഷിഫ ICUവിൻ്റെ ചെറിയ ഗ്ലാസ് ജാലകത്തിലേക്ക് നോക്കി. ഉള്ളിൽ മെഷീനുകളുടെ നിഴലുകൾ മാത്രം മങ്ങിയ വെളിച്ചത്തിൽ കാണാം. അങ്ങനെയുള്ള സാറിനൊരു ആക്സിഡൻറ്റ് പറ്റി ഇവിടെ കിടപ്പിലായപ്പോൾ മുതൽ എന്തൊക്കെയോ ദുരൂഹതകളാണ്. രോഗവിവരം ആരോടും പറഞ്ഞിരുന്നില്ല. മറ്റുള്ള ഡോക്ടർമാർക്ക് പോലും അവിടെ പ്രവേശനമില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത് നൈറ? സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ദിവസങ്ങളായി അദ്ദേഹം ആ തണുത്ത മുറിയിൽ തനിച്ചല്ലേ? തനിക്ക് സാറിനെ ഒന്ന് കാണണം. എനിക്ക് എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ എപ്പോഴും പുഞ്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ സാറിൻ്റെ മുഖമാണ് എനിക്ക് കാണേണ്ടത്. ഞാൻ യാചിക്കുകയാണ്, കുറച്ചുകൂടെ സമയം തരൂ. ഒരൊറ്റ മിനിറ്റ് എന്നെ ഒന്ന് അകത്തേക്ക് വിടൂ. നൈറ കയ്യിലെ ഭക്ഷണപ്പൊതിയിലേക്കും അതിനുശേഷം ഷിഫയുടെ വിതുമ്പുന്ന കണ്ണുകളിലേക്കും മാറി മാറി നോക്കി. പണത്തിൻ്റെ ഭാരത്തേക്കാൾ ഷിഫയുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും അളവറ്റ സ്നേഹവും നൈറയുടെ കഠിനമായൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിള്ളലുണ്ടാക്കി. സിനാൻ തരുന്ന പണം വെറും കച്ചവടമായിരുന്നെങ്കിൽ ഷിഫയുടെ കൈകളിൽ നിന്ന് ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നതിൽ നിന്നുള്ള അവസാനത്തെ നിലവിളിയായിരുന്നു. നൈറ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇടനാഴി സജീവമാണ്. സിനാൻ മടങ്ങിയെത്താൻ ഇനിയും കുറച്ച് സമയമെടുക്കും. എന്നാൽ ഒരിക്കൽ കൂടി അതാ നൈറ വിളിച്ച് പറയുന്നു. അതേ, 5 മിനിറ്റ് മാത്രം കേട്ടോ, അതിനുള്ളിൽ നിങ്ങൾ പുറത്തു വരണം. സിനാൻ സാർ അറിഞ്ഞാലേ നമ്മൾ രണ്ടുപേരും തീരും. കണ്ണീരിനിടയിലും ഷിഫയുടെ മുഖത്ത് നന്ദിയുടെ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു. നൈറ, താങ്ക് യു. അങ്ങനെ അതാ അവൾ വാതിൽ തുറന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ഗുരുവിൻ്റെ അടുത്തെത്തുന്നു. അൻഷിഫിൻ്റെ അടുത്ത് ഷിഫ എത്തുന്നു. സാറേ. ആ ഷിഫ, നീ എത്തിയോ? അതെ സർ. സാറേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ഉണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്ക് സാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. സാർ, എന്തെങ്കിലും സാറിനെ ആ ഫോണൊന്ന് എനിക്ക് തരണം. അവളത് ഫോൺ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. മോളെ, നീ സുഖത്തിലല്ലേ കഴിയുന്നത്? അതെ, പക്ഷേ എൻ്റെ സാറിന് ഈ അവസ്ഥയായപ്പോൾ എനിക്ക് സുഖവും സന്തോഷമൊന്നുമില്ല സാർ. മോള് വിഷമിക്കണ്ട. സാറിനെന്താ അരയ്ക്ക് താഴോട്ട് തീരെ എഴുന്നേൽക്കാൻ കഴിയില്ലേ? തളർച്ച ബാധിച്ചോ? എന്തെങ്കിലും ഞരമ്പുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തൊക്കെ തന്നെ ഷിഫ, മോളെ പ്രാർത്ഥന വേണം കേട്ടോ. എൻ്റെ ജീവിതമൊക്കെ വളരെയധികം ഇരുട്ടിലാണ്. അതായത് എന്ത് ചെയ്യുക മോളെ, നിന്നോട് ഞാൻ പറയുന്നു, സിനാനെ സൂക്ഷിക്കണം. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. സിനാനെ സൂക്ഷിക്കണം എന്നുള്ളത്. അൻഷിഫ് ഡോക്ടർ വീണ്ടും ഷിഫയ്ക്കും പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയായിരുന്നു. കാരണം തൻ്റെ ഭാര്യ ബുഷ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാനത് മൈൻഡ് ചെയ്തില്ല. അതിന് പകരമാണ് ഇപ്പോൾ ഞാനത് അനുഭവിക്കുന്നത്, അവൻ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മെഡിസിൻസും ഒക്കെ അതാ അവൾ ഷിഫ ഫോട്ടോ എടുത്തു. ഒരു നിമിഷം സാർ. എന്നാൽ അതാ അൻഷിഫിൻ്റെ കണ്ണുകൾ നിറയുന്നതാണ് ഡോക്ടർ ഷിഫ കണ്ടത്. സാർ, അവൾ ദയനീയമായി വിളിച്ചു. സാറിന് എന്താ? ശരിക്കും സാറിനെ നല്ല രീതിയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അദ്ദേഹം ഇല്ലെന്ന് തലയാട്ടുകയും ചെയ്യുന്നു. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലായിരുന്നു. ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ ആ ഒരു വാക്കുകൾ അവൾക്ക് സാറിന് ആരെങ്കിലും ചതി ചെയ്യുന്നുണ്ടോ? ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി. ശരിക്കും അവൾക്ക് തോന്നിപ്പോയി, ഇല്ല, എന്തൊക്കെയോ ഉണ്ട്. നൈറയോട് പറഞ്ഞാൽ അവൾ കേൾക്കില്ല. അവൾക്ക് ഒരുപാട് ക്യാഷ് കൊടുത്താൽ അവൾ പറയില്ല. പക്ഷേ എൻ്റെ സാറിന് എന്തൊക്കെ എന്നോട് പറയാനുണ്ട്. സാർ, എന്ത് പറ്റി സാർ? സാറിന് എന്താ?
ഒന്നുമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ബുഷി എവിടെ? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഷിഫ, എനിക്ക് ബുഷിയോ? ആ, അത് സാറേ, അവർ ഡിസ്ചാർജായി പോയല്ലോ. എൻ്റെ ബുഷിയെ എനിക്കൊന്നുകൂടെ കാണണം. എനിക്ക് അവളെ ഒന്ന്. അല്ലെങ്കിൽ സാർ, നിങ്ങൾ വിഷമിക്കില്ലേ? ബുഷി എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ്, പക്ഷെ സിനാൻ സമ്മതിക്കും അറിയില്ല. എന്നാൽ വേണ്ട. അപ്പോൾ തന്നെ അതാ അയാൾ ആവശ്യപ്പെട്ട പ്രകാരം ആ ഫോൺ നൽകുന്നു. മോളെ, ഞാൻ ചെയ്തോളാം. അപ്പോൾ തന്നെ അതാ നേരെ ഷാമിലിനൊരു കോള് ചെയ്യാനാണ് അൻഷിഫിന് തോന്നിയത്. പക്ഷെ കഴിയുന്നില്ല. പെട്ടെന്ന് ആ ഫോൺ എടുക്കണം, തിരികെ വെക്കണം. അതായിരുന്നു ഷിഫയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു നിമിഷം അവൻ ഒരു മെസ്സേജ് മാത്രം അയച്ചു. ഷാമിൽ, എന്നോട് ക്ഷമിക്കണം. ഇന്ന് മോളെ ഷിഫ, ഇതങ്ങോട്ട് വെച്ചേക്ക്, വേഗം സ്വിച്ച് ഓഫ് ചെയ്തേക്ക്. അത് മാത്രം, മറ്റൊന്നുമല്ല, വേറൊന്നും എഴുതിയിട്ടില്ല. എഴുതിയെങ്കിൽ തന്നെ തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ, ദുഃഖങ്ങളെല്ലാം പറയാൻ ഫോൺ കൊടുക്കൂരല്ലോ. അതെല്ലാം സിനാൻ എടുത്തു വച്ചിരിക്കുകയല്ലേ ആ ഫോണൊക്കെ. അതുകൊണ്ട് തന്നെ ഷിഫ വന്നപ്പോൾ പെട്ടെന്ന് അവൻ ഷാമിലിന് മെസ്സേജ് അയച്ചു. ഷാമിൽ എന്ത് കരുതും? ഷാമിലിൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഇത് കാണുമ്പോൾ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷിഫ, അതെ, ഷിഫക്ക് ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട സാറിനെ രക്ഷിക്കണം. രക്ഷിക്കാൻ കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.